5 മാർക്ക് ലഭിക്കുന്ന പോർഷനാണ് ഗ്രാവിറ്റേഷൻ. അതിൽ ആദ്യത്തുള്ളതാണ് കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഓക്കെ, കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. അതിൽ പ്രധാനമായും 3 ലോയാണ് പറയുന്നത്. ഒന്നാമത്തെയാണ് ലോ ഓഫ് ഓർബിറ്റ്, രണ്ടാമത്തെയാണ് ലോ ഓഫ് ഏരിയ, മൂന്നാമത്തെയാണ് ലോ ഓഫ് പീരിയഡ്. ഫസ്റ്റ് ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് ഏരിയ, ലോ ഓഫ് പീരിയഡ്. ഇതാണ് കെപ്ലേഴ്സിന്റെ ഫസ്റ്റ് ലോ. ഇത് കെപ്ലേഴ്സിന്റെ സെക്കൻഡ് ലോ, ഇത് കെപ്ലേഴ്സിന്റെ എന്താണ് തേർഡ് ലോ. അങ്ങനെ 3 ലോയാണ്. അടുത്താണ് ലോ ഓഫ് ഓർബിറ്റ്. കെപ്ലേഴ്സിന്റെ ഒന്നാമത്തെ ലോയാണ് ലോ ഓഫ് ഓർബിറ്റ്. അതിൽ പറയുന്നതാണ് സൺ, സൂര്യന് ചുറ്റും എല്ലാ പ്ലാനറ്റുകളും സഞ്ചരിക്കുന്നു. ഓക്കെ, സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നു? എല്ലാ പ്ലാനറ്റുകളും സഞ്ചരിക്കുന്നു. ആ സഞ്ചരിക്കുന്ന പാത്താണ് എലിപ്റ്റിക്കൽ പാത്ത്. എലിപ്റ്റിക്കൽ പാത്തായിട്ടാണ് പ്ലാനറ്റുകൾ സണ്ണിന് ചുറ്റും സഞ്ചരിക്കുന്നത്. ഇതാണ് അപ്പം സണ്ണാണ് ഈ എലിപ്സിന്റെ ഫോസൽ. ഇതാണ് ഒന്നാമത്തെ ലോ പറയുന്നത്. എവറി പ്ലാനറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ in an elliptical path with sun as fossil. എല്ലാ പ്ലാനറ്റുകളും സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ പാത്തിൽ സഞ്ചരിക്കുന്നു. അതിൻ്റെ ഫോസൈ എന്ന് പറയുന്നത് സണ്ണാണ്. ഇതാണ് ഒന്നാമത്തെ ലോ. എവരി പ്ലാനറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ പാത്ത് വിത്ത് സൺ ആസ് ഫോസൈ. ഓക്കെ, സ്റ്റഡി ചെയ്യാം. രണ്ടാമത്തെയാണ് ലോ ഓഫ് ഏരിയ. ഇതാണ് കെപ്ലേഴ്സിന്റെ രണ്ടാമത്തെ ലോ. നോക്കുക, ഇതാണ് സൺ, ഇത് പ്ലാനറ്റ്. ദ ലൈൻ ജോയിനിങ് സൺ ആൻഡ് പ്ലാനറ്റ്. പ്ലാനറ്റിനെയും സണ്ണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ. ദ ലൈൻ ജോയിനിങ് സൺ ആൻഡ് പ്ലാനറ്റ് സെപ്റ്റ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. തുല്യ ടൈം ഇന്റർവെല്ലിൽ ഈ ലൈൻ സെപ്റ്റ് ചെയ്യുന്ന ഏരിയ എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. ഇതാണ് പുള്ളിക്കാരൻ്റെ രണ്ടാമത്തത്. ദെൻ dA divided by dt is a constant. Okay, the line joining sun and planet sept out equal area in equal interval of time. ഇതാണ് കെപ്ലേഴ്സിന്റെ മൂന്നാമത്തെ ലോയാണ് ലോ ഓഫ് പീരിയഡ്. നോക്കുക, ഇതൊരു എലിപ്റ്റിക്കൽ പാത്താണ്. എലിപ്റ്റിക്കൽ പാത്തിന്റെ ഈ ആക്സിനെ വിളിച്ച പേരാണ് സെമി മേജർ ആക്സിസ്. സെമി മേജർ ആക്സിനെ വിളിച്ച പേരാണ് ആർ. സെമി മേജർ, ഇത് മേജർ ആക്സിസ് ആണ്, അതിന്റെ പകുതി സെമി മേജർ ആക്സിനെ വിളിച്ച പേരാണ് ആർ. ഓക്കെ, നോക്കുക, ഈ പ്ലാനറ്റ് ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ സമയം, അതാണ് അതിന്റെ എന്ന് വിളിക്കാം, അതിന്റെ ടൈം പീരീഡ്, അതിന്റെ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. പ്ലാനറ്റുകൾ സൂര്യനു ചുറ്റും സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ സ്ക്വയർ ഈ പറയുന്ന സെമി മേജർ ആക്സിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ലോ ഓഫ് പീരീഡ്, മൂന്നാമത്തേത്. Okay, the time period of a planet is square of the time period of a planet is directly proportional to cube of the semi major axis. ഇതാണ് കെപ്ലേഴ്സിന്റെ മൂല്യം. അപ്പോൾ ഇത് ഫസ്റ്റ് ലോ പറഞ്ഞാണ് എവരി പ്ലാനറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ പാത്ത് വിത്ത് സൺ ആസ് ഫോസൈ. രണ്ടാമത്തെ പറഞ്ഞതാണ് ലോ ഓഫ് ഏരിയ. എന്നാണ് ദ ലൈൻ ജോയിനിങ് സൺ ആൻഡ് പ്ലാനറ്റ് സെപ്റ്റ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. മൂന്നാമത്തെയാണ് ലോ ഓഫ് പീരീഡ്. ലോ ഓഫ് പീരീഡ് പറഞ്ഞാണ് സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് of a planet is directly proportional to cube of the semi major axis. ഇതാണ് ലോ ഓഫ് പീരീഡ്. യൂണിവേഴ്സിലെ എല്ലാ പാർട്ടിക്കിളും പരസ്പരം അവയ്ക്കിടയ്ക്ക് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പരസ്പരം ഒരു ആകർഷണ ബലം ഈ രണ്ട് പാർട്ടിക്കിളിന്റെ ഇടയ്ക്കുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എവറി പാർട്ടിക്കിൾ ഇൻ ദ യൂണിവേഴ്സ് attract every other particle with a force.
യൂണിവേഴ്സിലുള്ള എല്ലാ പാർട്ടിക്കിളും മറ്റൊരു പാർട്ടിക്കിളുമായിട്ട് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ എഫ് എന്ന് വിളിക്കുവാണെങ്കിൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അവ ഈ രണ്ട് മാസുകൾ M1ഉം M2ഉം രണ്ട് മാസുകളാണ്, അവയ്ക്കിടയ്ക്കുള്ള അകലമാണ് r. അങ്ങനെയാണെങ്കിൽ ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അവയുടെ മാസിന്റെ പ്രൊഡക്റ്റിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ അവയുടെ ഡിസ്റ്റൻസ് r ആണ് അവയുടെ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ് എന്നാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. എവറി പ്ലാനറ്റ് ഇൻ ദ എർത്ത് attract every other particle with a force. This force is directly proportional to product of their masses and inversely proportional to square of the distance. ഞാൻ ഇവിടെ ക്ലബ് ചെയ്ത് എഴുതുവാണ് F directly proportional to M1 M2 divided by R square എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാനൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. ആ കോൺസ്റ്റന്റ് ആണ് ക്യാപിറ്റൽ G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ എന്താണ്? R സ്ക്വയർ എന്ന് വരും. ഈ ജിയുടെ വാല്യൂ ആണ്, ഇതാ ജി ആണ്, നമുക്ക് വിളിക്കാം ഈ ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. ഈ ജിയുടെ വാല്യൂ ആണ് 6.67 ഇൻറ്റു 10 raised to minus 11. 6.67 into 10 raised to minus 11 Newton meter square. Okay, kilogram raised to minus 2. ഇതാണ് അവയുടെ യൂണിറ്റ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു മൈനസ് 2 ആണ് അവയുടെ യൂണിറ്റ്. അതിന്റെ വാല്യൂ ആണ് 6.67 into 10 raised to minus 11. ഗ്രാവിറ്റി. ഒരു വസ്തു ഭൂമിയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വസ്തു ഭൂമിയുടെ അട്രാക്ഷൻ മൂലം താഴേക്ക് പതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്ത് കാണും? ഒരു ആക്സിലറേഷൻ കാണും. ആ ആക്സിലറേഷൻ എന്ത് കാരണമാണ്? ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്. എർത്തിന്റെ ഗ്രാവിറ്റി കാരണമാണ് ഈ ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. അത് കാണാനുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്താം. നോക്കുക, എർത്തിന്റെ മാസാണ് M, എർത്തിന്റെ റേഡിയസ് ആണ് R. എർത്തിന്റെ മാസ് M, എർത്തിന്റെ റേഡിയസ് എന്താണ്? R. അതിന്റെ മുകളിലായി ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ മാസ് ആണ് M. ഒബ്ജക്റ്റിന്റെ മാസ് എന്താണ്? M ആണ് ആ ഒബ്ജക്റ്റിന്റെ മാസ്. ഈ M മാസ് ഓഫ് ദ എർത്തും ഈ M എന്താണ്? മാസ് ഓഫ് ദ ഒബ്ജക്റ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മാസുകൾക്കിടയ്ക്കുള്ള ഫോഴ്സുകളുടെ ഇക്വേഷൻ ആണ് F is equal to G into first body M, second body small m. M divided by distance ആണ് R square. R എന്താണ്? റേഡിയസ് ഓഫ് ദ എർത്ത്. ഇക്വേഷൻ നമ്പർ 1. നമുക്കറിയാം F കാണുന്ന ഇക്വേഷൻ ആണ് MA. അക്കോർഡിംഗ് ടു സെക്കൻഡ് F ഇക്വേഷൻ ആണ് MA. ഇവിടെ സെക്കൻഡ് ബോഡിയുടെ മാസ് M, ഇവിടെ ആക്സിലറേഷൻ എന്താണ്? G എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. F equal to mg. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്ത് ഇക്വേറ്റ് ചെയ്യാം. പറഞ്ഞു G into mm divided by R square. ഇവിടുത്തെയാണ് mg. താണ്ടെ രണ്ട് സൈഡിലും സ്മോൾ m ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. ദെൻ G കാണുന്ന ഇക്വേഷൻ ആണ് G is equal to capital GM divided by എന്താണ്? R square. ഇതാണ് G കാണാനുള്ള ഇക്വേഷൻ. ഒരേപോലെയല്ല, അതിന് ചില മാറ്റങ്ങൾ സംഭവിക്കാം. ആ മാറ്റങ്ങൾക്ക് കാരണം ഒന്നാമത്തെയാണ് ഡ്യൂ ടു ഹൈറ്റ്. ഭൂമിയിൽ നിന്നും ഒരു ഹൈറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ജിയുടെ വാല്യൂ എന്ത് സംഭവിക്കും? രണ്ടാമത്തെയാണ് ഡെപ്ത്. മൂന്നാമത്തെ ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത്. എർത്തിന്റെ ഒരു റെഗുലർ സർക്കിൾ അല്ലെങ്കിൽ ഒരു റെഗുലർ സ്പെറിക്കൽ ഷേപ്പ് അല്ല ആർക്ക് വരുന്നത്? എർത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂ ഷേപ്പ് ഓഫ് എർത്ത് അനുസരിച്ച് എന്ത് ചെയ്യാം? വേരി ചെയ്യാം. അത് നാലാമത്തെയാണ് റൊട്ടേഷൻ ഓഫ് എർത്ത്. എർത്തിന്റെ റൊട്ടേഷൻ മൂലവും ജിയുടെ വാല്യൂ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ഇതാണ് 4 കാരണങ്ങൾ. ഡ്യൂ ടു ഹൈറ്റ്, രണ്ടാമത്തത് ഡെപ്ത്, ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത് ആൻഡ് റൊട്ടേഷൻ ഓഫ് എർത്ത്. ഈ 4 കാരണങ്ങൾ കൊണ്ട് ജിയുടെ വാല്യൂ എന്ത് ചെയ്യാം? വേരി ചെയ്യും. അതിൽ ഒന്നാമത്തെ പഠിക്കും നമുക്ക് ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത് എന്ന് പഠിക്കാം. നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചു G is equal to കാണുന്ന ഇക്വേഷൻ ആണ് GM divided by R square. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം G directly proportional to 1 by R square. അല്ലെങ്കിൽ പറയാം G inversely proportional to നമുക്ക് എന്ത് പറയാം? R square എന്ന് പറയാം. ദാറ്റ് മീൻസ് റേഡിയസ് കൂടുമ്പോൾ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഓക്കെ,
റേഡിയസ് കൂടുമ്പം ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് ഷേപ്പ്. ഈ റേഡിയസിനെ വിളിച്ച പേരാണ് ഇക്വറ്റോറിയൽ റേഡിയസ്. ഈ റേഡിയസ് ആണ് പോളാർ റേഡിയസ്. ഈ റേഡിയസ് വിളിച്ച പേരാണ് ഇക്വറ്റോറിയൽ റേഡിയസ്. ഇതെന്താണ്? പോളാർ റേഡിയസ്. ഇക്വറ്റോറിയൽ റേഡിയസ് പോളാർ റേഡിയസിനെക്കാട്ടിൽ കൂടുതലാണ്. ഇക്വറ്റോറിയൽ റേഡിയസ് പോളാർ റേഡിയസിനേക്കാൾ എന്താണ്? കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു റേഡിയസ് കൂടുമ്പം ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഇവിടെ കൂടുതലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വറ്റോറിയൽ റീജിയനിൽ ജിയുടെ വാല്യൂ കുറവും പോളാറിൽ ജിയുടെ വാല്യൂ എന്തായിരിക്കും? സോറി, തിരിച്ചാണ്. ഇക്വറ്റോറിയലിൽ ജിയുടെ വാല്യൂ കുറവും പോളാറിൽ ജിയുടെ വാല്യൂ എന്തായിരിക്കും? കൂടുതലുമായിരിക്കും. കാരണം റേഡിയസ് ഇക്വറ്റോറിയൽ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ജിയുടെ വാല്യൂ ഇക്വറ്റോറിയൽ കുറവായിരിക്കും. പോളാറിൽ റേഡിയസ് കുറവ്. അങ്ങനെയാണെങ്കിൽ പോളാറിൽ ജിയുടെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും.